ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ ഇപ്പോൾ ഇപിയുടെ വിശദീകരണമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാവിലെ ആത്മകഥയായിരുന്നു. താങ്കൾ എത്രത്തോളം ഇപിയുടെ ഈ വിശദീകരണം അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്? മഞ്ജുഷേ, DC ബുക്സ് എന്ന് പറയുന്ന പബ്ലിഷിംഗ് ഹൗസ് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വളരെയധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു പബ്ലിഷിംഗ് ഹൗസാണ് അവരുടേത്. DCക്ക് പ്രത്യേകിച്ച് മുഖവുരയോ പരസ്യങ്ങളോ പോലും തന്നെ ആവശ്യമില്ല. പക്ഷെ ഒരു പബ്ലിഷിംഗ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അവരുടെ ഒരു പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും അധികം റീച്ച് കിട്ടുക എന്നുള്ളതിന് തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴാണ് പല പുസ്തകങ്ങളും വലിയ ചർച്ച ഉണ്ടാകുന്നതും മാർക്കറ്റിൽ ബെസ്റ്റ് സെല്ലറായിട്ട് മാറുന്നതും. ഈ കട്ടൻ ചായയും പരിപ്പ് വടയാവുമ്പോൾ ഇത് രണ്ടും വളരെ ചൂടോടുകൂടി തന്നെ വിളമ്പേണ്ടുന്ന ഒന്നാണ്. ഈ കട്ടൻ ചായ തണുത്തു പോയാൽ വളരെ മോശമാവും. അതുപോലെ തന്നെ പരിപ്പ് വടയും തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ഗുണത്തിനൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് അത് വളരെ ചൂടോടുകൂടി വിളമ്പുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഒരു ബിസിനസ് താല്പര്യത്തോടു കൂടി ഒരു പബ്ലിഷിംഗ് ഹൗസ് നോക്കുക. പക്ഷെ അതൊരിക്കലും അവരുടെ ക്രെഡിബിലിറ്റിയെ പണയം വെച്ചുകൊണ്ടാകും എന്ന് വിശ്വസിക്കുന്നില്ല. മഞ്ജുഷ, അത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ അത് വിശ്വസിക്കാവുന്ന ഒന്നല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കണം. ഇവരിപ്പോൾ മുഖ്യമന്ത്രി ഹിന്ദുവിൽ ഒരു അഭിമുഖം കൊടുക്കുകയാണ്. അഭിമുഖം കൊടുത്തു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഓരോ കാര്യങ്ങളും അതിനകത്ത് തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുകയാണ്. അവരെന്തോ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്തായി? ഹിന്ദുവിനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തോ? ഹിന്ദുവിനെതിരായിട്ട് എടുത്തോ? അല്ല, ഒരു PR ഏജൻസിയാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ആ PR ഏജൻസിക്കെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? ആ PR ഏജൻസി എന്താണ്, ആ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ? മുഖ്യമന്ത്രിയുമായിട്ട് ഹിന്ദുവിന്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുറിയിലേക്ക് വേറൊരാൾ കയറി വരുന്നു എന്ന് മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പച്ചയ്ക്ക് കള്ളം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേതാണ് വ്യക്തി? ആരാണത്? എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും നടപടിയോ എന്തെങ്കിലും കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനോ സാധിച്ചോ? ഇല്ല. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ CPM-ന്റെ തന്നെ ഫേസ്ബുക്ക് പേജിനകത്ത് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ഇട്ടാണ്. CPM-ന്റെ FB പേജ് FB പേജിൽ നിന്ന് പോസ്റ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ പറഞ്ഞു അത് ഫേക്കാണ്, ഞങ്ങളുടെ ഇതിനെ ആരോ ഹാക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അതങ്ങനെ അല്ലാന്ന് തെളിഞ്ഞു. അപ്പോൾ ഇവര് തിരിഞ്ഞു നിന്ന് സ്വന്തം നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ വെടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് തള്ളിപ്പറയുന്നത് കൊണ്ട് മാത്രം അവർ സ്വയം അപഹാസ്യരായിട്ട് മാറുന്നു എന്നുള്ളതല്ലാണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്കും ഡൈജസ്റ്റ് ആകുന്ന തലത്തിലുള്ള ന്യായങ്ങളോ വാദങ്ങളോ അല്ല ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്.